ഇതെന്താ ഫോൺ എടുക്കാത്തത്? അതെ, വണ്ടി പിന്നെയും കംപ്ലൈന്റ് ആയല്ലോ. ആ, ഞാൻ റോഡിൽ നിൽക്കാണ്. കുറച്ചാണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിൽക്കും. ആ, എണ്ണ അടിക്കാതെ വണ്ടി വിടുവോ? എണ്ണയൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഒന്നുകൂടെ നോക്കുവോ? നീ ഒന്നുകൂടെ വരുമോ? എടാ, ഞാനിവിടെ ഈ വെയിലത്ത് നിൽക്കണ ഒന്ന് ഇതൊക്കെ വാ കേട്ടാ. ആ, ശരി ശരി. എന്താ മോളെ, എന്താ ഇവിടെ ഇരുന്ന് പോയത്? ചേട്ടാ ഫോണൊന്നും തരാവോ? ഫോണോ? അപ്പൊ നിന്റെ കയ്യിൽ ഫോണില്ലേ? ഫോണില്ല, വീട്ടിലോട്ടൊന്ന് വിളിക്കാനാ. ഫോണില്ലാത്ത കുട്ടികളോ? ആ ഹലോ അമ്മ, ഞാൻ ശിവാനിയാണേ. ഞാൻ ദേ ജോലിയിലാണ്. ഓ എന്ത് പറയാനാ അമ്മേ, ഭയങ്കര കഷ്ടപ്പാടാ, വെയിലത്ത് നടപ്പും കാര്യങ്ങളും ഒക്കെ. അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊന്നും പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ആ അമ്മ, ഞാൻ എന്തായാലും അമ്മയെ വൈകുന്നേരം വിളിക്കാം. ഞാൻ ഫ്രീ ആയിട്ടൊക്കെ അമ്മയെ വിളിക്കാം. ഫോൺ എന്തായാലും അവരുടെ കയ്യിലല്ലേ. ആ ശരിയാ, ശരി. എന്താ നിന്റെ പേര്? ശിവാനി. ശിവാനിയാ? ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യണു? ABCD മാർക്കറ്റിംഗ് കമ്പനി. ABCDയാ? ആ, അതന്നെയാണ്. ഞാൻ എവിടെയോ നിന്നെ കണ്ട പോലെ ഒരു പരിചയം എനിക്കിങ്ങനെ തോന്നുക. അപ്പൊ അതിന്റെ ഇന്റർവ്യൂവിന് ഞാൻ എന്റെ മോളായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്താ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര കഷ്ടപ്പാടാ. ആ, കള്ള പന്നികളാണ്. എനിക്ക് അവിടെ വന്ന് കണ്ടപ്പോ തന്നെ അവരുടെ സമ്പ്രദായം തീരെ പിടിച്ചിട്ടില്ല. ഇതിപ്പോഴേ നമ്മളിങ്ങനെ പരസ്പരം സങ്കടം പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവരുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എവിടെയും കൊണ്ട് വിൽക്കാൻ പറ്റില്ല. ഒരു ക്വാളിറ്റി ഇല്ല ഐറ്റം. സത്യം. ഈ പൊരി വെയിലത്ത് ബാഗും തൂക്കിയിട്ട് പോയിട്ടുണ്ടല്ലോ, ഒരാൾ പോലും മേടിക്കുന്നത്. 3 PG കഴിഞ്ഞ ആളാ ഞാൻ. എൻ്റെ ഒക്കെ ഒരു അവസ്ഥ, ഞാൻ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളായി കഷ്ടപ്പെടണമെന്ന്. ഇതിപ്പോ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മുടെ ഭാവി പോവുള്ളൂ. സത്യം. ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാനല്ലേ. നാട്ടുകൂടിയാണെന്നേ. അത് കണ്ടെയ്നർ പോലത്തെ ഒരു ബാഗും തോളത്തിട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ തന്നെ പറ്റിട്ട്. അവനൊക്കെ ഇപ്പം 4 ദിവസമായി പനിയും പിടിച്ചിട്ടാണ് നടക്കുന്നത്. എന്താടാ? അമ്മയെ കാണണം. മാറട്ടാ, പനി മാറട്ടെ, പോവാലോ. അത് നമ്മൾക്കൊക്കെ കിടക്കാൻ തന്നെ സ്ഥലമൊക്കെ നോക്കി, ആ വെള്ളം നോക്കിയേ, നിറച്ച് കൊതുക. ഒരു രക്ഷയില്ല കേട്ടോ അവിടെ. ഇത് 100% പറ്റിക്കൽസാ. പിന്നല്ലാണ്ട് ഒരു രക്ഷയില്ലത്. ഇനിയിപ്പോ വേറെ ഒന്നും നോക്കണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് കയ്യിലാക്കാൻ നോക്കുക, നമ്മളിവിടെ നിന്ന് വിടാം. അല്ലെങ്കിൽ നമ്മുടെ പണി തീരും. എനിക്ക് നടന്നിട്ട് നടുവിടെ ഇങ്ങനെ ഷോൾഡറൊക്കെ ഭയങ്കര വേദന. നമ്മൾ കിടക്കട്ടെ കേട്ടാ. എനിക്കുണ്ട്, കിടക്കാൻ നോക്കട്ടെ. എന്തേ 3 PG കിടന്നാ? എന്തിന് പോണേണ് നിങ്ങൾ രാവിലെ ഇതും ഈ പ്രൊഡക്റ്റുമായിട്ട്?
ഞാനൊരു കാര്യം പറയാ, ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കും. ഈ ഐറ്റംസ് കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. എന്ത് വിൽക്കാൻ? ലോക്കൽ സാധനങ്ങളാണ്. ആരാ പറഞ്ഞ ലോക്കലാണ്? എല്ലാവരും പറയുന്നുണ്ട്. ABCയുടെ സാധനം ലോക്കൽ അല്ല. എനിക്ക് നിങ്ങളുടെ ഈ പണി വേണ്ട. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടൂല മോനെ. സർട്ടിഫിക്കറ്റ് കിട്ടൂല. അതെന്ത് സർട്ടിഫിക്കറ്റ് തരാത്തത്? സർട്ടിഫിക്കറ്റ് തരില്ല. 1 വർഷം നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്താലേ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്റർവ്യൂവിന്. ഞങ്ങക്ക് വർക്ക് വേണ്ട, ശമ്പളം വേണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? വർക്ക് വേണോ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷെ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കിട്ടിയിട്ട് പോകാന്ന് കരുതണ്ട. സർട്ടിഫിക്കറ്റ് തരാണ്ട് പറ്റൊന്നുമില്ല. നീ അധികം വർത്താനം പറഞ്ഞ കിടന്നുറങ്ങിയിട്ട് നാളെ വേഗം തൂക്കി പോയി കച്ചവടം ഉണ്ടാക്കാൻ. കച്ചവടം ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് നിർത്താനുള്ള പരിപാടി. ഇത് കിട്ടൂല. അത് ഞാൻ മേടിച്ചോളാം. ഇവന്റെ വാക്കും കേട്ട എല്ലാവരും യൂണിയൻ കൂടാൻ നിന്നാ മുഴുവൻ പേരും അനുഭവിക്കും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്ത് നീ എന്താടാ ഭീഷണിപ്പെടുത്തണ? മോറിയാൻ ഇടിക്കാൻ പൊളിക്കും പന്നി. മിണ്ടാതെ കിടന്നു നീ. അവനെന്താ ചത്താടാ? എന്തേ മരുന്ന് മേടിച്ചു കുടിക്ക് രാവിലെ പനി ഉണ്ടാക്കാൻ. കിടന്നോ എല്ലാവരും കിടന്നോ. ലൈറ്റ് ഓഫ് ചെയ്യൂപ്പ. യൂണിയൻ പറയണവൻ. ആ ഇയാൾക്ക് പണി കൊടുക്കാതെ പോകുന്നു. ഞാൻ ഈ ഡിഗ്രി എടുത്തിട്ട് എന്തേലും കാര്യം ഉണ്ടെന്ന് എനിക്കൊന്നും അറിയണല്ലോ. എന്തേലും പണി കണ്ടേ പറ്റുമോ? ഇത് സഹിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഉഴുപ്പ് വേണോടോ. മൂത്തോക്കടോ എന്ത് 10-25 ഇവിടെ എടുത്തിട്ടിട്ട് തീറ്റയും കൊടുത്തിട്ട് ഇങ്ങനെ വിടുകയാണ് ഫീൽഡിൽ. എന്നിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടാ. പിന്നെ എന്താ ഒലക്കാണ് നിന്നെ അവരെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്? കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്കിപ്പോൾ തരുന്ന ശമ്പളത്തിന്റെ പകുതി കൊടുത്ത നല്ലൊരു ബംഗാളി ഇവിടെ പിടിച്ചിരുത്താം നിന്റെ ഈ പോസ്റ്റിൽ. അവന്മാർ അന്തസ്സായിട്ട് ഇതിനേക്കാളും പണിയെടുക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. മൊയ്തു സാർ ഇനി എന്നെ പറയാനൊന്നുമില്ല കേട്ടോ. അച്ചീവ് ചെയ്യണമെങ്കിൽ അവരെ കൊണ്ട് 3-ാം മുറ പ്രയോഗിച്ചിട്ട് അവരെ കൊണ്ട് പണി എടുപ്പിക്കണം. അതിനുള്ള മിടുക്ക് വേണം. എൻ്റെ പേര് സുഗതൻ. ഞാൻ ലേബർ ഓഫീസറാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ABCD EFG HIJK എന്താണ് ABCD? ABCD ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എന്നിട്ട് മാർക്കറ്റിംഗ് അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും ഡയറക്റ്റ് ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ. ഇവരൊക്കെ നമ്മുടെ സ്റ്റാഫുകൾ സാറെ കള്ളന്മാരാണ് സാർ. കള്ളന്മാരും സാറേ. ഞങ്ങളെ പട്ടി പണിയെടുപ്പിക്കുന്ന പോലെ പണിയെടുപ്പിക്കാൻ സാറേ. ഇതിന്റെ ലൈസൻസ് എവിടെ ഒന്ന് കാണിക്കണം. ലൈസൻസ് ഒന്ന് കാണിക്കണം. ഇതൊക്കെ ഒന്ന് നോക്കിയാ അടുത്തതൊക്കെ അത് മൊയ്തു സാറിന്റെ. ലൈസൻസ് ഞങ്ങളുടെ MD മൊയ്തു സാർ പേഴ്സണൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൂടെ തന്നെയാണ് ഇതിന്റെ ലൈസൻസും വെച്ചത്. എന്റെ കൂടെയാണ് സാറേ. ഇവരുടെ വാക്കും കേട്ടിട്ട് ഇവരുടെ ഭാവി കളയരുത്. 3 പേർക്കും പ്രൊമോഷൻ പേപ്പർ അടിച്ചു വെച്ചേക്കാം. തന്റെ ഒരു പ്രൊമോഷൻ വേണ്ട സാറേ. ഇവരുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അന്ന് ഞാൻ എന്റെ മോളെ കൂട്ടിയിട്ട് ഇവിടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് ശരിക്കും നിങ്ങളുടെ ഈ സ്ഥാപനം, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് എന്നോട് അതിന് സമാധാനം പറയുന്നതിന് പകരം എന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, എന്റെ മോളോട് പറഞ്ഞു അങ്ങനെ ജോലി നമുക്ക് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു ഞാൻ മോളെയും കൂട്ടി പോയി. ഇങ്ങനെയുള്ള ആൾക്കാരോട് അന്ന് ഇവിടെ ഇന്റർവ്യൂവിന് വന്ന കുട്ടികളാണ് അവരൊക്കെ. ഈ കുട്ടീനെ, ഈ കൊച്ചിനെയാണ് ഞാൻ റോട്ടിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത്. ഭയങ്കര ദയനീയാണ് സാറേ. ഇവരുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം 1 വർഷം കഴിഞ്ഞിട്ട് ആരോട് പറഞ്ഞു? അതിന് നിങ്ങളുടെ ലൈസൻസ് എവിടെ? അംഗീകൃത സ്ഥാപനമാണോ ഇത്? ഇവിടെ ഒന്നാമത് നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ അല്ലേ? 20,000 മുതൽ 40,000 വരെ ശമ്പളം കിട്ടും, കിടക്കാൻ റൂം കിട്ടും, പിന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ എന്ത് ജോലിയാണ് സാർ ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഇവരോടൊന്നും അന്വേഷിക്കാനുള്ള വിവരം വേണ്ടേ? ഒരു ചുമട്ട് തൊഴിലാളി ഇദ്ദേഹത്തിനുള്ള വിവരം പോലും നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ. 3 PG ആണ് സാറേ, 3 PG. എല്ലാത്തിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് സാർ. എന്ത് ട്രെയിനിങ് ആണ് കൊടുത്തേക്കുന്നത്? ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങളാണോ? നിങ്ങൾ ഈ പറയുന്ന മൊയ്തൂനെ കൂട്ടിയിട്ട് നാളെ രാവിലെ ഓഫീസിൽ എത്തണം. ഇവർക്ക് കൊടുക്കാനുള്ള ശമ്പളം ഇവരുടെ ഡോക്യുമെന്റ്സും അവിടെ എത്തിക്കണം. ഇന്ന് തന്നെ ഈ നിമിഷത്ത് കൂട്ടണം. അവരുടെ ABCD ഒരു പണി പഠിക്കണ്ട. താങ്ക് യു സാർ. കേരളത്തിൽ നടക്കില്ല.
എന്താ ചെയ്യാ സാറേ? മൊയ്തു സാറിന് വിവരം അറിയിക്കണ്ടേ? വീഡിയോ വീഡിയോ കോളാ. ഗുഡ് മോർണിംഗ് മന്മഥൻ. സാറേ, ഇവിടെ ആകെ പ്രശ്നത്തിലാണ് സാറേ. ഇവിടെ ലേബർ ഓഫീസറും നമ്മുടെ ട്രെയിനിങ്ങിനെടുത്ത ആ ശീതളനും ബാക്കി പെമ്പിള്ളേരും അവരെ ടീമായിട്ട് ഇവിടെ വന്നിട്ട് അവിടെ നമുക്കെതിരെ പരാതി പറഞ്ഞ് ലേബർ ഓഫീസർ ഇവിടെ എല്ലാം റെയ്ഡ് ചെയ്ത് ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. ലാപ്ടോപ്പ് ഉൾപ്പെടെ ഇവിടെ മേശപ്പെടുത്തുന്ന ഫയലും കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയി. ഞാനും പ്യാരി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട സാറേ, ലേബർ ഓഫീസർ പറഞ്ഞതേ നമ്മുടെ ഇവിടുത്തെ ലൈസൻസും ഈ ബാക്കി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനുള്ള സാലറിയും അവരുടെ സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ട് നാളെ രാവിലെ അവിടെ ഓഫീസിൽ ചെല്ലണമെന്നാ. ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, ഇത് പൂട്ടാൻ പറഞ്ഞു സാറേ. നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാലേ അവിടെ ആ ഓഫീസിൽ അവശേഷിക്കുന്ന സാധനങ്ങൾ എടുത്ത് നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിവാവുക, ആ ഓഫീസിൽ മാറുക, എന്നിട്ട് നേരെ എറണാകുളത്തേക്ക് വരിക. എടോ, നിങ്ങൾ എന്തിനാ ബേജാറാവണത്? ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരല്ലേ, അതിൽ 4 പോയിട്ടുള്ളൂ, ബാക്കി 22 കിടക്കല്ലേ. ABCD പൂട്ടിക്കോ. ഇനി XYZ മാക്സിമം പബ്ലിസിറ്റി കൊടുക്ക് എറണാകുളത്ത്.